ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. പഴനിക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ. കുറേ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പിന്നെയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് അങ്ങനെ കുറച്ച് പൈസയൊക്കെ പോയിട്ടുള്ള ഒരു പഴനി ട്രിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ അവസാനം ഞങ്ങൾ ട്രാവലർ വിളിച്ചിട്ടാണ് പോണത്. വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. 12 മണിക്കാണ് വണ്ടി വരാം. പരമാവധി ഞാൻ വീഡിയോസ് എടുക്കാൻ നോക്കാം കേട്ടോ. പഴനിയിൽ എങ്ങനെയാണെന്നൊക്കെയുള്ള ഞങ്ങളുടെ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. വ്ളോഗ് എന്നാ വരാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ പഴനി വ്ളോഗ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ടൂർ പോവാ തന്നെ മുളകിട്ടതല്ലേ? ഞങ്ങള് ഇറങ്ങാൻ പാടില്ല ഞങ്ങളിവിടെ ചായ കുടിക്കാൻ ഇറങ്ങിട്ടോ. ഇവിടെ ഇറങ്ങാൻ എന്താ പഴനിയൊക്കെ പരിപാടി. കറക്റ്റ് 12 മണിയായപ്പോൾ വണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ പതുക്കെയാണ് പോകണ്ടായിരുന്നത്, ഇടയിലൊക്കെ നിർത്തിയിട്ടൊക്കെ. പിന്നെ പാലക്കാട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിറങ്ങി എനിക്കുമ്പോഴേക്കും നമ്മൾ പഴനി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി റൂമിലേക്ക് ഡയറക്റ്റ് പോവാണ്. എത്തിയിട്ടോ നീലോട്ട് എനിച്ചിട്ടില്ല, അങ്ങനെ തന്നെ കൊണ്ടുവരുന്നത്. തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെയാണ് ഇവര്. അമ്മയൊക്കെ താഴെയാണ് കേട്ടോ. അവർ 2 റൂമിൽ അമ്മമാര്. ഇവിടെ കണക്ക് ഇവർ ഫുൾ പൈസ കൊടുക്കാൻ പറഞ്ഞു. എത്തിയതും ഞങ്ങളെല്ലാവരും വീണ്ടും ഒരു ഉറക്കം ഉറങ്ങി കേട്ടോ. എന്നിട്ട് എനിക്കത് നല്ല ലേറ്റ് ആയിട്ടാണ്. ഓണാക്കണമെന്നുണ്ട്. അത് വേണ്ട, ചേട്ടാ വിളിച്ചാൽ മതി. ഞങ്ങളൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ് ഇരിട്ടു കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങാം. ഇപ്പോൾ 9:30 കഴിഞ്ഞു. പഴനി ഞാൻ കാണിച്ചു തരാം. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കാണാൻ കേട്ടോ പഴനി. നീല എങ്ങടെ പോണ്? എങ്ങടെ പോണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ലേറ്റ് ആയിട്ടുണ്ട്, നട്ടുച്ച ആയിട്ടുണ്ട്. അമ്മ നീരിന്റെ കുപ്പി തന്നെ കഴിച്ചോ. ഈ കാണുന്നതാണ് കേട്ടോ പഴനി. ഇപ്പോൾ വന്ന ഹോട്ടലിൽ ഫുഡ് കുഴപ്പമില്ല, പക്ഷെ തീരെ വെടുപ്പില്ല കേട്ടോ. പിന്നെ ഇവിടേക്ക് നമ്മൾ അത്ര പ്രതീക്ഷിച്ചാൽ മതി. ഞങ്ങൾ ഈ ട്രിപ്പ് ഭയങ്കര റിലാക്സ് ആയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊരു തിക്കും തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ വന്ന് സാവധാനം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പതുക്കെ കുളിച്ച് രാത്രിയാകുമ്പോൾ തൊഴാതാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ചുള്ള റൂം കിട്ടിയില്ല കേട്ടോ. പകരം നമ്മൾ 4 റൂമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അമ്മമാരുടെ റൂം താഴെയാണേ. അമ്മമാരൊക്കെ കുളിച്ചു കേട്ടോ. അവരൊക്കെ സുന്ദരികളായി. ഈ 4 പേരാണ് കേട്ടോ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഞങ്ങളെക്കാൾ കൂടുതൽ പോലീസുകാർ വരെ ഹെൽമെറ്റ് വയ്ക്കാണ്ട് പോകുന്നു. ഞങ്ങളെല്ലാവരും മീൽസ് ആട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും അമ്പലത്തേക്ക് തൊഴണേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഈ കമ്പനിയാണ് കേട്ടോ കൂടുതൽ എൻജോയ് ചെയ്യണത്. സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ, മോര്, പിന്നെ എന്തെങ്കിലും കൊണ്ടുവന്ന് അറിയില്ല കേട്ടോ. വെജ് മീൽസാണ് പറഞ്ഞത് നമ്മൾ. നല്ല മഴ പെയ്യുണ്ട്. എൻ്റെ റെഡി ആയി കഴിഞ്ഞിട്ടോ. പഴനിക്ക് പോവാ. ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞ് പഴനി കയറാൻ പോവാം. എല്ലാവരും റോപ്പിലാട്ടോ പോകണം. നല്ല മഴ പെയ്യുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് പേര് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ റോപ്പിൽ പോകാൻ ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് കാണാം. നീരുട്ടിന് അമ്മ മേലൊഴിക്കുന്നുണ്ട്. റെഡി ആയിട്ടോ. പഴനിമല കയറാനുള്ള പ്രശ്നം. മഴക്കാലം ഉണ്ട് കേട്ടോ. മഴ പെയ്തു, മഴക്കാലം ഉണ്ട്. എല്ലാവരും വരി വരിയായിട്ട് നിൽക്കുക.
പഴനി നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കാണുന്നതാണ് ഇടുമ്പൻ്റെ അമ്പലം. ഇടുമ്പൻ്റെ അവിടെ കയറിയിട്ട് വേണം പഴനിയിൽ കയറണം എന്നാണ് പറയണത്. പക്ഷേ ഞങ്ങൾ പോണില്ല. നമ്മൾ വേറെ എവിടേക്കും പോകണ്ട കേട്ടോ. ഈ ബീഹാറും യു പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ തന്നെ മതി. അത്രയും വൃത്തിയിലായിരുന്നു. ഓ ഛർദ്ദിക്കാൻ വരും, ഡോക്കാണം വരും, സ്മെല്ലും ഒക്കെ കാരണം. ഫോൺ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. അങ്ങോട്ട് മലയ്ക്ക് കയറ്റില്ല. അപ്പോൾ ഞാൻ പോയി വന്നിട്ട് കാണിച്ചു തരാം. നല്ല തൊഴുതിറങ്ങി കേട്ടോ. നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. പുറത്തേക്ക് മുരുകൻ എടുത്തു. അപ്പോൾ തൊഴാൻ പറ്റി. ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ പറ്റി കേട്ടോ. അഭ്യാസം തന്നെ. പിന്നെ ഞാൻ നടന്നിട്ട് തന്നെയാണ് കേട്ടോ കയറിയത്. റോപ്പിൽ കയറാൻ കുറേ നേരം ക്യൂ നിന്നു. അവസാനം ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ കയറിയത്. തണ്ടൽ വേദന വരുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. എൻ്റെ ഭസ്മം ഇത് നമുക്ക് അവിടെ തന്നെ ഭസ്മം തൊട്ട് തരും കേട്ടോ. എന്തും പറയാൻ സമ്മതിക്കില്ല. ഒന്ന് കറിയാൻ സമ്മതിക്കുമോ ഇല്ല. അപ്പോഴേക്കും ആ ഫോൺ ഇപ്പോഴാണ് പറ്റില്ല എന്ന് പറയുന്നത് വീഡിയോയിലൊക്കെ കാണുന്നത്. പക്ഷെ കൊണ്ടുപോകണവരുണ്ട് ഫോണൊക്കെ. വിശന്നിട്ട് പാടില്ല കേട്ടോ. 9:45 ആവാറായി. നീല് വേഷം ബിരിയാണി കേട്ടോ പറയും. ഇവിടെ സ്പെഷ്യൽ ബിരിയാണി. അമ്മ പണിയെടുപ്പിക്കും. ഞാനും എങ്ങനെയുണ്ട് അമ്മ? സൂപ്പർ. നമ്മുടെ നാട്ടിൽ ചിക്കൻ്റെ അല്ല ബിരിയാണി പോലെയല്ല. ഇന്നാൾ കഴിച്ചില്ലേ? കൊച്ചിയിൽ കഴിച്ചില്ലേ? അതുപോലെ ഡ്രസ്സ്. രാത്രി 10:45 ഭക്ഷണം കഴിക്കുമ്പോൾ 9:45. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാമെന്നുള്ള രീതിയിൽ കടകൾ അടച്ചിട്ടില്ലെങ്കിൽ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് വെച്ചിട്ട് പോവാട്ടോ. നമ്മൾ 4 പേര് മാത്രമല്ലോ. പക്ഷെ ഇവിടെ ഓട്ടോക്കാരൊക്കെ നമ്മളെ പറ്റിക്കുകയാണ്. പൈസ കൂടുതൽ പറഞ്ഞിട്ട് അവസാനം സമ്മതിച്ചു കൊടുക്കേണ്ടി വരിക. വായതല്ലേ നിങ്ങോട്ട് കാര്യം. അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായി. ഈ രാത്രിയിലത്തെ ആരുമില്ലാത്ത ശരവണ ഭവനല്ലത്. തിരക്ക ഗൗരി കൃഷ്ണ നല്ല വെജ് ഹോട്ടലാന്ന് അവൻ പറഞ്ഞു കേട്ടാ. അപ്പം 100 രൂപ. ഏതെടുത്താലും 100 രൂപ. കുതിരവണ്ടിയിൽ പോവാ. എത്രയാ പറഞ്ഞേ? ഞാൻ വീട്ടിലേക്ക് നടന്നു തുടങ്ങിട്ടോ. അടുത്തኛ പള്ളിയിൽ ബാത്റൂമിൻ്റെ പരസ്യം എന്താല്ലേ മാർക്കറ്റിങ്. ദോശ ഇവിടെ ദോശ ഇഡ്ഡലി ടേസ്റ്റിൻ്റെ വരും കേട്ടോ. എല്ലാവരും ഭയങ്കര തിരക്കുള്ള ഹോട്ടലാണ്. കുളിച്ചു കേട്ടോ. വന്നാളിക്കാണ് നീരോട്ടിന് ഫ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. അടിയിലേക്ക് നീരോട്ടിന് എടുക്കാൻ പോട്ടോ. കുളിപ്പിച്ചിട്ടുണ്ടോ അറിയില്ലാണല്ലേ. കുളിപ്പിക്കണം നല്ല ചൂടുവെള്ളത്തിൽ. പഴയിലത്തെ മുഴുവൻ അഴുക്കും നീരോട്ടിൻ്റെ മേത്തുണ്ടാവും. നീലോട്ട് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ എല്ലാവരും കുളിച്ചും ഒരു റൂമിൽ ഇത് പറഞ്ഞിട്ടില്ല. കുഞ്ചിന് പുതിയത് വാങ്ങിച്ചതല്ലേ? നീലു എന്തിനാ നീലു നൈത്രയുടെ കൈ പൊട്ടി കൈ അടച്ചത്? എന്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉണ്ണിമയൊക്കെ എടുക്കുക. നല്ല ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോർണിംഗ് നല്ല ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞത്. ഒരു 10:45 ഞങ്ങൾ ഏറ്റവും കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണമല്ലോ. ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഇഷയ്ക്ക് പോകണം. ഇഷയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിൽ. അങ്ങനെ ഓരോരുത്തർക്ക് റെഡി ആയി വരുള്ളൂ. ഓട്ടോറിക്ഷ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ പറ്റിക്കൽസാ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ അവൻ ആദ്യം കയറിയതാ. അപ്പം ഞാൻ ഇന്നലത്തെ ഹോട്ടൽ നല്ല ഇഷ്ടമായിട്ട് നല്ല ക്ലീനാണ്. അല്ലാതെ അപ്പം അങ്ങനെ തന്നെ പോകണം. ഓക്കെ നീലത്തെ മറ്റേ വണ്ടിയിൽ ഓടിക്കറി. അപ്പം അവിടെ നമ്മൾ നല്ല രാവിലെ പോയത്
ഞങ്ങൾ കാവടി തുള്ളി പോയ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം 12 മണിക്ക് ശേഷം അത് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ വന്നു. ഇവിടെ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാരൊക്കെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ടു. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഓരോരുത്തർക്ക് ഞങ്ങള് ചെക്കൗട്ടാ പറയട്ടാ. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല, ഒരു റീൽസ് പോലും എടുത്തിട്ടില്ല. പിന്നെ എന്തുട്ടാ, ഇനി ഞങ്ങൾ നേരെ ഇഷയ്ക്ക് പോവാട്ടോ. നീലുറങ്ങി. ഇനി നീലുന്നെ വണ്ടിയിൽ കയറുമ്പോൾ എനിക്കോളും. പോവാന്ന് പറയും ഇവിടെ നിന്ന്. ഹായ് അല്ല ബായ്. നോക്കി ഇതിന്റെ മോള് വെയിലത്ത് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞോ. വണ്ടി പോയിട്ടാ, വേറെ വണ്ടി മോളി പോയിട്ടാ. നമ്മൾ വിഷയിലെത്തി കേട്ടോ. അവിടെ 7 മണിക്കൊരു ഷോ ഉണ്ടല്ലോ, അത് കാണാൻ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. ശരിക്കും ഇവിടെ ഒരു 3 മണി ഒക്കെ ആകുമ്പോൾ എത്തണം എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവേ. എന്താ ഭംഗിയില്ല ശിവന. ഇതുള്ളിലേക്കൊക്കെ കയറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പം 7 മണി ഞാൻ പറയുന്നത് 7:30 ഷോ ഉണ്ടല്ലോ, അത് കാണാൻ വിചാരിച്ചു. ഫുഡെന്താ കണ്ണ് പൊട്ടിട്ട് റെഡി എടുത്താ ഇത്ര നല്ല കുട്ടിണ്ട. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരു വട്ടെങ്കിലും നമ്മളിത് കാണണേ. ആൾക്കാരാട്ടോ, എന്തോരം ആൾക്കാരെന്നെ പറയാ. അറ്റം വരെ ആൾക്കാർ. അത് അത്രയധികം ജനങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് പ്ലാനോട് കൂടി പോയതാണ് കേട്ടോ, കുറേ റീൽസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരെണ്ണം പോലും ഞങ്ങൾ എടുത്തില്ല. അതാണ് ഇതിൻ്റെ രസം. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളുടെ പിള്ളേരും ഞങ്ങളും അമ്മമാരൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്തു കേട്ടോ ഇതിൽ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഒരു സമയം 10 മണിയായിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ എന്താ, നേരെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി, നേരെ വൈകി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലൊക്കെ കടക്കട്ടെ എന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് തലവേദന എടുത്ത് തല പൊളിയായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ ഫേസൊക്കെ അങ്ങനെ ഇരിക്കണത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.